ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് സ്കൂളില്ലാത്തൊരു ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു 8:30 ആയിട്ടാണ് എണീറ്റിരിക്കണം കേട്ടോ. പക്ഷേ എന്താ പറയുക, നമ്മൾ കുറേ നേരം ഉറങ്ങണമെന്ന് വിചാരിച്ചിരിക്കുന്ന ടൈമിൽ അന്ന് ഓല് നേരത്തെ എണീറ്റിട്ടുണ്ടാവും കേട്ടോ. ഷേസു ബേബിയൊക്കെ രാവിലെ എണീറ്റിരിക്കണു, റെയ്യു ബേബി രാവിലെ എണീറ്റിരിക്കണു കേട്ടോ. പക്ഷേ ഞാൻ ഇന്നലെ കിടക്കാൻ എന്താ പറയുക നേരം വൈകിയോണ്ട് പിന്നെ ഇന്നലെ വല്ലാണ്ട് ഉറങ്ങുകയും ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് ഉറങ്ങിയിട്ടില്ലെങ്കിലാണ് ഞാൻ അവിടെ ഇങ്ങനെ കടന്നോട്ട് തന്നെ കടന്ന് ഉറങ്ങിക്കൊണ്ടെങ്കിൽ പിന്നെ ഞാനവിടെ നീച്ച് പോരും കേട്ടോ. അപ്പോൾ ഇന്നലെ കാക്ക വിളിച്ച് കുറേ നേരം സംസാരിച്ചിട്ട് അങ്ങനെ കിടക്കാനൊക്കെ നേരം വെക്കിട്ടോ. എന്നിട്ട് പിന്നെ കുറേ ഒരു 12:30 ആയിട്ടാണ് ഉറങ്ങിക്കണത്. പിന്നെ ഇപ്പോൾ നമ്മൾ 6 മണി 7 മണിക്ക് എന്തായാലും എണീക്കൂലല്ലോ. പിന്നെ സ്കൂളില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അങ്ങനെ കടന്നു. പക്ഷേ ഓലാണെങ്കിലോ സ്കൂളുണ്ടെങ്കിൽ ഒട്ട് എണീക്കന്നെയല്ല കേട്ടോ. സ്കൂളുണ്ടെങ്കിൽ എത്ര വിളിച്ചാലും എണീക്കൂല. എന്നാൽ സ്കൂളില്ലാത്ത ടൈമിലാണെങ്കിൽ എന്താ പറയുക, ഓൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടാവും കേട്ടോ. അത് പിന്നെ അങ്ങനെ തന്നെ എല്ലാ കുട്ടികൾക്ക് എല്ലാവർക്കും ആ ഒരു സ്വഭാവം തന്നെ ആക്കാരം. പിന്നെ അതപ്പോൾ എന്നത്തെയും പോലെ നമ്മളെല്ലാതും സെറ്റാക്കിയിട്ട് നീറ്റാക്കി വെച്ചിട്ട് അടിക്കാനും തുടക്കാനൊക്കെ നിൽക്കുക കേട്ടോ. പിന്നെ ഇന്ന് സിറ്റോട് രാവിലെ തന്നെ പോയി തുടച്ചേക്കണു. കാരണം കുട്ടികൾക്ക് സ്കൂളില്ലാത്ത കാരണം എനിക്കെല്ലാവരും കുട്ടികൾ റയ്യാനും ഷേസൂനും ഒക്കെ നോക്കണ്ടേ. അപ്പോൾ ഓലെ പിന്നാലെ തന്നെ വെച്ചിട്ട് സിറ്റോട് വേഗം പോയി തുടച്ചേക്കണു. അപ്പോൾ അവിടെയൊക്കെ അതാ കാര്യം പിന്നെ നോക്കണ്ട, അതവിടെയൊക്കെ നീറ്റായി കിടക്കുകയാണ്. അങ്ങനെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക, ഇനി ഈവനിങ് ചിലപ്പോൾ ഒന്ന് മുതിർശ്ശിക്ക് പോകണമെന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇവിടുന്ന് എടുത്താട്ടോ, മുതിർശ്ശി എടുത്താണ്. അപ്പോൾ ഞങ്ങൾ ബാക്ക് കൂടെ പോയാൽ മുതിർശ്ശി എത്തും. അപ്പോൾ അതൊന്ന് ആ റൂട്ടൊന്ന് എങ്ങനെയാണെന്നൊന്ന് പോയി നോക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് കുന്നക്കാവുക്കും പോവാം, ചെമ്മാട്ടപ്പടി മുതുർശ്ശിക്കൊക്കെ പോവട്ടോ. നമുക്ക് ബസ് കാത്തിക്കാനും പിന്നെ സാധനങ്ങൾ വാങ്ങാനൊക്കെ എന്താ പറയുക മുതുർശ്ശി അല്ലെങ്കിൽ ചെമ്മാട്ടപ്പടി കുന്നക്കാവ് അങ്ങോട്ടൊക്കെ പോവട്ടോ. പക്ഷെ നമുക്ക് ഇവിടുന്ന് എടുത്തിപ്പോൾ പെട്ടെന്ന് നമുക്ക് ബസ്സിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ ബാക്കത്തെ വഴി കൂടെ പോയാൽ എത്തുമെന്ന് ഇപ്പോൾ ഞങ്ങൾ അയൽവാസി പറഞ്ഞു കേട്ടോ. അവിടുത്തെ അപ്പുറത്തെ വീട്ടിൽ താത്ത പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബാക്കത്തെ വഴിയിലൂടെ ഇങ്ങനെ ഇറങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അങ്ങനെ പോയപ്പോൾ വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. പിന്നെ എവിടേക്കെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഞാനും ഉണ്ടാവും, കുട്ടികൾ മുന്നിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഉമ്മാട് പറഞ്ഞു നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. ഫസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് എങ്ങനെ എളുപ്പമാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എപ്പോഴായിക്കോട്ടെ പോകാമല്ലോ. അപ്പോൾ സംഭവം എന്തായാലും എളുപ്പമാണ് കേട്ടോ. നമുക്ക് ബസ്സിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടി റൂട്ടിൽ പോയാൽ പെട്ടെന്ന് എത്തും കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഹക്കീമാക്കാൻ്റെ കടയിലോട്ട് കയറിക്കണത്. ഈ ഹക്കീമാക്കാൻ്റെ കട എന്താ പറയുക, നമ്മൾ ഒരിക്കലും മിസ്സാക്കൂല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് അവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ. എന്താ പറയുക, നമുക്കൊരു കുറവ് പറയണ്ടാവില്ല കേട്ടോ. അത്രയ്ക്ക് അടിപൊളി രുചിയാണ് കേട്ടോ. ഞാൻ എപ്പോഴും മുതിർശ്ശിക്ക് പോയാൽ മുതിർശ്ശിക്ക് പോയാൽ ഞാൻ എന്തായാലും അവിടെ നിന്ന് ഒന്നെങ്കിൽ സാധനം വാങ്ങും, ഇനി പറ്റുകയാണെങ്കിൽ അവിടെ നിന്ന് കഴിക്കും കേട്ടോ. പക്ഷേ ഇന്ന് വല്ലാണ്ട് തിരക്കില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയിട്ട് കഴിച്ചു. നല്ല ഷവർമ റോളും ഞാൻ ഹോർലിക്സായിട്ടാണ് പറഞ്ഞിരിക്കണത്. പിന്നെ റയ്യു ബേബിക്ക് നല്ല SP അവൽ മിൽക്കും പറഞ്ഞു. ഉമ്മ ലൈറ്റ് ചായയും മുട്ട ബജിയും സമൂസൊക്കെ പറഞ്ഞു കേട്ടോ. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഉമ്മ കുറച്ച് പാർസലും വാങ്ങിക്കോ പറഞ്ഞു കേട്ടോ. നല്ല മുട്ട ബജി സമൂസൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉമ്മ കുറച്ച് പാർസലും വാങ്ങാൻ പറഞ്ഞു. അങ്ങനെ നമുക്ക് കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സും ചിക്കനും അങ്ങനെ കാര്യങ്ങളൊക്കെ വാങ്ങണം കേട്ടോ. കാരണം നമ്മളെ വീടിൻ്റെ അടുത്ത് കടകളില്ല. അതുകൊണ്ട് നമുക്കിങ്ങനെ പോകുമ്പോഴുള്ളൂ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുക. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ പോയി വാങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ റിട്ടേൺ പോരുന്നത് പിന്നെ നടന്നിട്ടല്ല കേട്ടോ. കാരണം നല്ലോണം നേരം വെക്കിക്കോണം. അപ്പോൾ പിന്നെ അതുകൂടെ കയറാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ റിട്ടേൺ ഞങ്ങൾ വണ്ടിയിലായിട്ട് പോയത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.